ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് വീഡിയോയെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് 2-3 എപ്പിസോഡുകളായിട്ട് നമ്മൾ ഗോസ്റ്റ് ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗോസ്റ്റ് ചലഞ്ച് എന്ന പ്ലേലിസ്റ്റ് കാണാവുന്നതാണ്. അപ്പോൾ ഇത് 2 വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണാൻ ശ്രമിക്കുക. ഇത് 3ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് ഹൈഡ് ആൻഡ് സിക്ക്. ഹൈഡ് ആൻഡ് സിക്ക് മീൻസ് ഒളിച്ചുകളി. യെസ്, ഹൈഡ് ആൻഡ് സിക്ക് എന്നൊരു ഗോസ്റ്റ് ചലഞ്ച് ഗെയിം. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇതുവരെ കേൾക്കാത്തതായിരിക്കും ഹൈഡ് ആൻഡ് സിക്ക് എന്ന ഗോസ്റ്റ് ചലഞ്ച് ഗെയിം. ബട്ട് ഇൻ ദിസ് ടൈം ഞാൻ നിങ്ങളോട് പറയുന്നു, വെരി ഒരുപാട് പേർ കളിച്ചതാണ്. ഒരുപാട് പേർക്ക് എന്തോ മാനസിക നില വരെ തെറ്റിയ ഒരു ഗെയിമാണെന്ന് തോന്നുന്നു. ഒരുപാട് പേർ മരിച്ചതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ടിലൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഡേഞ്ചറസ് ഗെയിം തന്നെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഹൈഡ് ആൻഡ് സീക്ക്. പേര് പോലെ തന്നെ ഹൈഡ് ചെയ്തുകൊണ്ട്. അതായത് ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ നിയമം എന്ന് വെച്ചാൽ 12 മണിക്കാണ് ഈ ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ് ടൈം. 11 മണിക്ക് ശേഷം അർദ്ധരാത്രിയിൽ നിങ്ങൾ ആരുമില്ലാത്തിടത്ത് കാടുകൾ, പഴയ ബിൽഡിങ്ങുകൾ, കാട് പിടിച്ച് കിടക്കുന്ന ബിൽഡിങ്ങാണ് ഏറ്റവും സേഫ്റ്റി ഗെയിമിന്. പിന്നെയുള്ളത് സിമിത്തേരികൾ, അങ്ങനെ ശവപ്പറമ്പുകൾ, നദീതീരങ്ങൾ, ആരും കടന്നു വരാൻ സാധ്യതയില്ലാത്ത നദീതീരങ്ങൾ എന്നിങ്ങനെയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന നല്ലൊരു അന്തരീക്ഷത്തിൽ ചെന്നായിരിക്കണം ഈ ഒരു ഹൈഡ് ആൻഡ് സീക്ക് നിങ്ങൾ കളിക്കേണ്ടത്. നിങ്ങൾ കളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം. കാരണം അത്രത്തിൽ ഡേഞ്ചറസ് ഗെയിം തന്നെയാണ് ഇത്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പറയുകയാണ്, സിമിത്തേരികൾ, അതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകൾ എന്നിങ്ങനെയുള്ള സ്ഥലത്ത് നിന്നാണ് ഈ ഒരു ഗെയിം നിങ്ങൾ കളിക്കേണ്ടത്. അപ്പം ഇതിൻ്റെ റൂൾസ് നമ്മുടെ സാധാരണയുള്ള മത്സരങ്ങളിൽ അതേപോലെ റൂൾസ് തന്നെയാണ്. അപ്പം ഒഴിഞ്ഞ ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒളിച്ചിരിക്കുന്ന ആ ഒരു കൂരാക്കൂരിട്ടിൽ ഒരു വെളിച്ചം പോലും ഇല്ലാതെ നിങ്ങൾ ഒളിച്ചിരിക്കുന്നു. ഈ ശവപ്പറമ്പ്, സിമിത്തേരികൾ എല്ലാ സ്ഥലത്തും പോയിട്ടും ഈ ഗെയിം നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ സത്യം പറയുകയാണ്, ഒരുപാട് ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഒരുപാട് പേർ ഇങ്ങനെ ഈ ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച ശേഷം ആത്മാക്കളെ കണ്ടതായിട്ട്, അതായത് ഗോസ്റ്റിൻ്റെ സാന്നിധ്യം, പ്രേതത്തിൻ്റെ സാന്നിധ്യം, ആത്മാക്കളുടെ സാന്നിധ്യം അറിഞ്ഞ ഒരുപാട് പേരുണ്ട്. അത് ഉറപ്പാണ്. ഈ ഒരു ഗെയിം ഡെഫിനറ്റ്ലി ഒരുപാട് പേർ ഈ ഗെയിമിനെ തള്ളി പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളിതിൻ്റെ റൂൾസ് അനുസരിച്ച് കളിക്കുകയാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്ത എല്ലാ ഗെയിമിനും ഒരു പ്രത്യേകതയുണ്ട്. തീർച്ചയായിട്ടും അത് വർക്കൗട്ട് ആവുന്നത് തന്നെയായിരിക്കും. ഭയാനകമാണ്, ഒരു നിഗൂഢമാണ്. അങ്ങനെ നമ്മൾ ചർച്ച ചെയ്ത എല്ലാ ഗെയിമിനും ഒരു പ്രത്യേകതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് കളിക്കുകയാണെങ്കിൽ സ്വന്തം റിസ്കിൽ മാത്രം കളിക്കുക. കാരണം ഒരുപാട് പേര് ഇതിനെ തള്ളി പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഗെയിമിനൊരു സത്യസന്ധമായൊരു നിഗൂഢമായ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലത്തെ ഒത്തിരി ഗോസ്റ്റ് ചലഞ്ച് ഗെയിമിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോകളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും. ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കൂട്ടുകാരിലേക്കും എത്തിക്കൂ, വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കൂ. വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.